എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ചുക്കയാണ്. എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറും നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ബീഫ് റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ബീഫ് കഴിക്കുന്നവരാണെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാനും പറ്റും. അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 600 ഗ്രാം അളവിൽ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 600-700 ഗ്രാം ബീഫിൻ്റെ ഒരു അളവാണിത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത ബോൺലെസ് ബീഫാണ്. അപ്പം നമുക്ക് ഈ ഒരു ബീഫിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ കൈകൊണ്ട് ഞെരട്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണിത്. നമ്മൾ ബീഫൊക്കെ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ബീഫ് വേവിക്കുന്ന സമയത്ത് ബീഫിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ ഒരു 1/4 കപ്പ് മാത്രം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു കുക്കർ ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് ബീഫ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചതച്ചെടുക്കാനുണ്ട്. ഇതൊരു 3 പച്ചമുളകാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വലിപ്പമുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു 4 വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ ചെറിയൊരു അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 8-10 വരെയൊക്കെ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഒരു 10ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു ഇടിക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് ചതച്ചിട്ടെടുക്കേണ്ടത്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു കല്ലിലൊന്ന് ചതച്ചെടുക്കാം. ഇങ്ങനെ ചതയ്ക്കുന്നതിന് പകരം നിങ്ങൾക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുത്താലും മതി കേട്ടോ. അരഞ്ഞു പോവരുത്, ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കി എടുത്താലും മതി ചതഞ്ഞ് കിട്ടുന്ന ഒരു പരുവത്തിന്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 6-7 വിസിലൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു ബീഫ് ഇവിടെ നന്നായിട്ട് എനിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ബീഫിൻ്റെ ഒരു വേവ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഓരോരുത്തർ എടുക്കുന്ന ഒരു ബീഫ് അനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു കുക്കിംഗ് ടൈം വരുന്നത് കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ ഒരു 6-7 വിസിലടിച്ചപ്പോഴത്തേക്കും നന്നായിട്ട് ബീഫ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചുക്ക മസാല ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിനായിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലി എടുത്തിട്ടുണ്ട് ഞാനിവിടെ. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണിത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മാത്രം ഇതിലേക്ക് ഉലുവ എടുക്കുക. 1 ടീസ്പൂൺ അളവിൽ കടുക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നമുക്ക് പെരിഞ്ജീരകമാണ് കേട്ടോ വേണ്ടത്. ഇതെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പിരിയൻ മുളകാണ് കേട്ടോ. ഇതുപോലെ ഈ ഒരു പിരിയൻ മുളക് ഒരു 6 എടുത്തിട്ടുണ്ട്. ഒരു 3 ഗ്രാമ്പൂ 2 ഏലക്കാണിത്. ഒരു ബേ ലീവ്സും ഈ ഒരു വലിപ്പമുള്ള 2 കറുവപ്പട്ടയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ കുറച്ച് സമയം നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ നല്ല പോലെ തന്നെ നല്ല ഫൈനായിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു മസാല പൗഡർ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എണ്ണ ഇപ്പോൾ ഇവിടെ നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കത്തില്ല സവാള, അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഒരു വലിയ സവാളയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. തിരി ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2 വരെയൊക്കെ എടുക്കാം. അപ്പോൾ ഈ ഒരു സവാള നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ആ ഒരു സവാള നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്ത് ഇത് കണ്ടില്ല അത്യാവശ്യം ഒരു സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. സവാള ഒരുപാട് അങ്ങ് കരിഞ്ഞൊന്നും പോവരുത്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കറിയുടെ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും സവാള നമ്മൾ ഈ ഒരു ഓയിലിനകത്ത് നിന്ന് എടുത്ത് മാറ്റുക. സവാള ഫ്രൈ ചെയ്യാനായതുകൊണ്ട് തന്നെ കുറച്ചധികം ഓയിലുണ്ടായിരുന്നു. ആ ഓയിൽ കുറച്ച് ഞാൻ എടുത്തങ്ങ് മാറ്റുകയാണ്. ഇനി ഈ ഒരു ഓയിലിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ഐറ്റംസ് എല്ലാം തന്നെ ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ പെരിഞ്ജീരകം എല്ലാം കൂടെ നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം ഈ എണ്ണയിൽ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്താണ് 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. അത് കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ കാശ്മീരി മുളക് പൊടിയും ചേർത്തൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ബീഫില്ലേ ആ ഒരു ബീഫ് ഇപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു ബീഫും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. ബീഫിൻ്റെ ആ ഒരു വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി വരുന്ന സമയത്ത്
ആ ഒരു ചുക്ക മസാല പൗഡർ അതൊരു 3 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചുക്ക പൗഡർ ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ അളവിൽ ചുക്ക പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നോക്കുക ഒരു ടേസ്റ്റ്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പിന്നീട് ഒരു മസാല പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ചുക്ക പൗഡർ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചുക്ക മസാല പൗഡറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ തന്നെ കുറച്ച് സമയം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ബീഫ് നല്ല കറുത്ത ഒരു രീതിക്ക് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു അരമുറി നാരങ്ങ നീരും കൂടി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ആ ഒരു നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ നമ്മളിത് ഇളക്കിയിട്ടെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ബീഫ് നല്ല കറുത്ത ഒരു പരുവത്തിന് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാനാണ്. ഇതിലൊരു ചെറിയൊരു നാരങ്ങാനീരിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി നാരങ്ങാനീര് ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളൊരു ടേസ്റ്റ് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നാരങ്ങാനീരൊക്കെ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. നമുക്കിത് എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറ് നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബീഫ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.